ലേവ്യർ 22-ാം അധ്യായം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: അഹറോനോടും അവൻ്റെ പുത്രന്മാരോടും നീ സംസാരിക്കുക. ഇസ്രായേല്യർ എനിക്കായി വേർതിരിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ അവർ ആദരിക്കണം. അങ്ങനെ എൻ്റെ വിശുദ്ധനാമം അവർ അവഹേളിക്കാതിരിക്കട്ടെ. ഞാനാണ് കർത്താവ്. നീ അവരോട് പറയുക: നിങ്ങളുടെ തലമുറകൾ തോറും നിങ്ങളുടെ സകല സന്തതിയിൽ നിന്നും ഏതെങ്കിലും ആൾ തൻ്റെ മേൽ തൻ്റെ മലിനതയുള്ളപ്പോൾ കർത്താവിനായി ഇസ്രായേല്യർ വേർതിരിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ ആ വ്യക്തി എൻ്റെ സന്നിധിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. ഞാനാണ് കർത്താവ്. അഹറോൻ്റെ സന്തതിയിൽപ്പെട്ട ആരെങ്കിലും കുഷ്ഠരോഗിയോ സ്രാവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാകുന്നതുവരെ വിശുദ്ധ ഭോജ്യങ്ങളിൽ പങ്കുചേരരുത്. ഏതെങ്കിലും മലിനജഡത്തെ സ്പർശിക്കുന്നവനും ബീജസ്ഖലനം ഉണ്ടായയാളും തന്നെ മലിനപ്പെടുത്തുന്ന ഏതെങ്കിലും ഇഴജന്തുവിനെ സ്പർശിക്കുന്നയാളും തൻ്റെ തന്നെ ഏതെങ്കിലും മാലിന്യത്താൽ സ്വയം മലിനപ്പെടുന്ന ഒരു മനുഷ്യനെ സ്പർശിക്കുന്ന വ്യക്തിയും വൈകുന്നേരം വരെ മലിനനായിരിക്കും. വെള്ളത്തിൽ തൻ്റെ ദേഹം കഴുകിയിട്ടല്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിക്കരുത്. സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിരിക്കും. അതിനുശേഷം അവന് വിശുദ്ധ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിക്കാം. എന്തെന്നാൽ അത് അവൻ്റെ ഭക്ഷണമാണ്. ചത്തതോ കടിച്ചു കീറപ്പെട്ടതോ അവൻ ഭക്ഷിക്കരുത്. അതുവഴി അവൻ മലിനനാകാതിരിക്കാനാണ്. ഞാനാണ് കർത്താവ്. അവർ എൻ്റെ അനുശാസനം അനുസരിക്കണം. അങ്ങനെ അവർ അതിനെ പ്രതി പാപമേൽക്കാതിരിക്കും. മറിച്ച് അതിനെ അവഹേളിച്ചാൽ അതുവഴി അവൻ മരിക്കും. ഞാനാണ് അവരെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. അന്യരാരും വിശുദ്ധ വസ്തു ഭക്ഷിക്കരുത്. പുരോഹിതൻ്റെ കുടികിടപ്പുകാരനോ കൂലിക്കാരനോ വിശുദ്ധ വസ്തു ഭുജിക്കരുത്. എന്നാൽ പുരോഹിതൻ സ്വന്തം പണം കൊണ്ട് നേടിയ വ്യക്തി അതിൽ പങ്കുചേർന്നു കൊള്ളട്ടെ. അവൻ്റെ ഭവനത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർക്കും അവൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേരാം. പുരോഹിതൻ്റെ മകൾ അന്യനായ ഒരു പുരുഷൻ്റേതായി തീർന്നാൽ അവൾ വിശുദ്ധ കാണിക്ക ഭോജ്യങ്ങളിൽ പങ്കുചേരരുത്. എന്നാൽ പുരോഹിതൻ്റെ മകൾ വിധവയോ വിവാഹമോചിതയോ ആയി തീർന്ന് സന്താനരഹിതയായി സ്വപിതൃഭവനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തൻ്റെ കൗമാരത്തിലെന്നോണം അവൾ പിതാവിൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളട്ടെ. അന്യരാരും അത് ഭക്ഷിച്ചുകൂടാ. ഒരുവൻ അബദ്ധത്തിൽ വിശുദ്ധ വസ്തു ഭക്ഷിച്ചാൽ അവൻ തത്തുല്യവും അതിൻ്റെ 1/5 ചേർത്ത് പുരോഹിതന് വിശുദ്ധ കാഴ്ച നൽകണം. ഇസ്രായേല്യർ കർത്താവിനുയർത്തുന്ന തങ്ങളുടെ വിശുദ്ധ വസ്തുക്കൾ അവൻ തന്നെ അവഹേളിക്കാതിരിക്കട്ടെ. വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കുന്നത് വഴി അവർ തങ്ങളിൽ പ്രായശ്ചിത്താർഹമായ കുറ്റം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ. എന്തെന്നാൽ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്ന കർത്താവ്. കർത്താവ് മോശയോട് അരുൾ ചെയ്തു: അഹറോനോടും അവൻ്റെ പുത്രന്മാരോടും ഇസ്രായേൽ ജനം മുഴുവനോടും നീ പ്രഖ്യാപിച്ചു പറയുക: ഇസ്രായേൽ ഭവനത്തിൽ നിന്നോ ഇസ്രായേലിലെ പ്രവാസിയിൽ നിന്നോ ഓരോരുത്തനും കർത്താവിനുള്ള ഹോമയാഗമായി സമർപ്പിക്കുന്ന സകല നേർച്ചകളും സകല സ്വാഭീഷ്ട കാഴ്ചകളുമായി അർപ്പിക്കുന്ന തൻ്റെ കാണിക്ക നിങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി കന്നുകാലിയിലെയും ചെമ്മരിയാടുകളിലെയും കോലാടുകളിലെയും തികവുറ്റ ഒരു ആൺമൃഗമായിരിക്കട്ടെ. ഏതിലെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അതിനെ സമർപ്പിക്കരുത്. കാരണം അത് നിങ്ങളുടെ സ്വീകാര്യതയ്ക്കായി ഭവിക്കുകയില്ല. ഒരുവൻ നേർച്ച നിറവേറ്റാനും സ്വാഭീഷ്ടക്കാഴ്ചയ്ക്കുമായി സമർപ്പിക്കുന്ന സമാധാന ബലി കാലിക്കൂട്ടത്തിലേതോ ആട്ടിൻപറ്റത്തിലേതോ ആണെങ്കിൽ സ്വീകാര്യതയ്ക്ക് അത് തികവുറ്റതായിരിക്കണം. അതിൽ ന്യൂനതയൊന്നും ഉണ്ടായിരിക്കരുത്. അന്ധത, ഒടിവ്, മുറിവ്, വ്രണം, പുഴുക്കടി, ചൊറി എന്നിവയുള്ളത് കർത്താവിന് നിങ്ങൾ സമർപ്പിക്കരുത്. അവയിൽ നിന്ന് ബലിപീഠത്തിന്മേൽ അഗ്നിയിലുള്ള അർപ്പണമായി കർത്താവിന് നൽകരുത്. ദീർഘാംഗമുള്ളതോ ഹ്രസ്വാംഗമുള്ളതോ ആയ കാളയെയും ആടിനെയും സ്വാഭീഷ്ടക്കാഴ്ചയായി നിനക്ക് അർപ്പിക്കാം. എന്നാൽ നേർച്ചയായി അത് സ്വീകാര്യമല്ല. വരിയുടയ്ക്കപ്പെട്ടതും ചതയ്ക്കപ്പെട്ടതും നീക്കപ്പെട്ടതും വിച്ഛേദിക്കപ്പെട്ടതും കർത്താവിന് നിങ്ങൾ സമർപ്പിക്കരുത്. അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ചെയ്യരുത്. ഇവയിലെല്ലാം നിന്നുള്ള നിങ്ങളുടെ ദൈവത്തിനുള്ള ഭോജനാർപ്പണം വിദേശിയുടെ കയ്യിൽ നിന്നായാലും നിങ്ങൾ സമർപ്പിക്കരുത്. എന്തെന്നാൽ അവയിൽ അവയുടെ ദുഷിപ്പുണ്ട്, അവയിൽ ന്യൂനതയുണ്ട്. അവ നിങ്ങൾക്കായി സ്വീകാര്യമാവില്ല. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഒരു കാളയോ ചെമ്മരിയാടോ കോലാടോ പിറന്നാൽ അത് തള്ളയുടെ കീഴെ 7 ദിവസം കഴിയട്ടെ. 8-ാം ദിവസം മുതൽ കർത്താവിന് അഗ്നി നൈവേദ്യമായി അത് സ്വീകാര്യമായിരിക്കും. കാലിയാകട്ടെ ആടാകട്ടെ അതിനെയും അതിൻ്റെ ആൺകിടാവിനെയും ഒരേ ദിവസം നിങ്ങൾ അറക്കരുത്. കർത്താവിന് നിങ്ങൾ കൃതജ്ഞതാബലി അർപ്പിക്കുമ്പോൾ
നിങ്ങളുടെ സ്വീകാര്യതയ്ക്കായി ബലി കഴിക്കുവിൻ. ആ ദിവസം തന്നെ അത് ഭക്ഷിക്കപ്പെടണം. അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് നിങ്ങൾ അവശേഷിപ്പിക്കരുത്. ഞാനാണ് കർത്താവ്. നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവ നിവർത്തിക്കുകയും ചെയ്യുവിൻ. ഞാനാണ് കർത്താവ്. ഇസ്രായേല്യരുടെ മധ്യേ ഞാൻ പരിശുദ്ധനാക്കപ്പെടേണ്ടതിന് എൻ്റെ വിശുദ്ധനാമം നിങ്ങൾ അവഹേളിക്കരുത്. നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഞാനാണ് കർത്താവ്. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് ഞാനാണ് നിങ്ങളെ ഈജിപ്ത് ദേശത്തു നിന്ന് കൊണ്ടുവന്നവൻ. ഞാനാണ് കർത്താവ്.